നമസ്കാരം. പൾസർ സുനിക്ക് 20 കൊല്ലം ശിക്ഷ വിധിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. ഈ കോടതി വിധിക്ക് എന്ത് സംഭവിക്കും? ഈ ചർച്ച സജീവമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി വിധി. ജീവപര്യന്തം തടവ് എന്നതിൻ്റെ അർത്ഥം ജീവിതാവസാനം വരെ എന്നാണെങ്കിലും അത് ഭരണഘടനയുടെ അനുച്ഛേദം 72, 161 എന്നിവയ്ക്കും CRPC ചട്ടത്തിനും വിധേയമായ ഇളവിൻ്റെ ആനുകൂല്യത്തോടെ മാത്രമേ വിധിക്കാനാകൂ എന്നാണ് സുപ്രീം കോടതി നിരീക്ഷണം. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ 25 മുതൽ 30 വർഷം വരെയോ അല്ലെങ്കിൽ ജീവിതാന്ത്യം വരെയോ പ്രതിക്ക് ഇളവില്ലാത്ത ശിക്ഷ വിധിക്കാമെന്നും സുപ്രീം കോടതി പറയുന്നു. എന്നാൽ 14 വർഷത്തിന് മുകളിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ലെന്നാണ് പരമോന്നത കോടതിയുടെ നിരീക്ഷണം. അത് ഭരണഘടനാ കോടതികളുടെ അധികാരമാണെന്നും ഉത്തരവിൽ വിശദീകരിക്കുന്നു. കൊലപാതക കേസുകളിൽ പ്രതികൾക്ക് ഇളവില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതികൾക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു വെക്കുകയാണ്. ഇതനുസരിച്ച് സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ച എല്ലാ പ്രതികളെയും 14 കൊല്ലം കഴിഞ്ഞാൽ മോചിപ്പിക്കേണ്ടി വരുമെന്നാണ് വ്യാഖ്യാനം. ഭരണഘടനയുടെ 141 അനുച്ഛേദം അനുസരിച്ച് സുപ്രീം കോടതി മുൻപ് പുറപ്പെടുവിച്ച വിധികൾ ഉദ്ധരിച്ചാണ് കോടതി ഈ നിലപാട് വ്യക്തമാക്കിയത്. ഒരു പ്രതിക്ക് ഇളവുകളില്ലാതെ നിശ്ചിത കാലയളവോ അല്ലെങ്കിൽ മരണം വരെയോ തടവ് ശിക്ഷ നൽകുന്നത് പ്രത്യേക അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്നും അത് സെഷൻസ് കോടതികൾക്ക് പ്രയോഗിക്കാനാവില്ലെന്നും വിധിയിൽ പറയുന്നു. സെഷൻസ് കോടതികൾക്ക് വധശിക്ഷ വിധിക്കാൻ അധികാരമുണ്ടെങ്കിലും വധശിക്ഷയ്ക്ക് പകരമായി ഇളവുകളില്ലാത്ത ജീവപര്യന്ത ശിക്ഷ നിശ്ചയിക്കുന്നത് ഹൈക്കോടതികളുടെയോ സുപ്രീം കോടതിയുടെയോ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഈ വിധി രാജ്യത്തെ വിചാരണ കോടതികൾ ഇനി മുതൽ പുറപ്പെടുവിക്കുന്ന ശിക്ഷാവിധികളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. സുപ്രീം കോടതിക്ക് മുമ്പിൽ വന്ന കേസിൽ ശിക്ഷ 14 വർഷത്തെ ജീവപര്യന്തമായി കുറച്ച കോടതി ഇളവിനായി അപേക്ഷ സമർപ്പിക്കാൻ പ്രതിക്ക് അനുമതി നൽകി. ഇളവില്ലാത്ത ജീവപര്യന്തം വിധിക്കാൻ ഭരണഘടനാ കോടതികൾക്ക് മാത്രമാണ് അധികാരമെന്ന് ജസ്റ്റിസുമാരായ A. അമാനുള്ള, K. വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. വിചാരണ കോടതി ശിക്ഷ ശരിവെച്ച കർണാടക ഹൈക്കോടതി ഉത്തരവ് തള്ളിയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. പൾസർ സുനിയുടെ ശിക്ഷ 20 കൊല്ലമാണ്. അത് കുറഞ്ഞെന്ന വിവാദങ്ങൾ ഉയരുമ്പോഴാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. 5 മക്കളുടെ അമ്മയെ തീ കൊളുത്തി കൊന്ന കേസിൽ കർണാടക സ്വദേശിയുടെ അപ്പീലിലാണ് ഈ ഉത്തരവ്. ശാരീരിക ബന്ധം എതിർത്തതിന് ബന്ധുവായ സ്ത്രീയെ പ്രതി വീട്ടിൽ അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ്. കേസിൽ ക്രിമിനൽ നടപടിക്രമചട്ടത്തിലെ സെക്ഷൻ 428 പ്രകാരമുള്ള ഇളവിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകണോ എന്ന നിയമപ്രശ്നം മാത്രമാണ് പരിഗണിച്ചതെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരമൊരു കേസിലാണ് ശിക്ഷ 14 വർഷമായി കുറയ്ക്കുന്നത്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷ വിധിക്കുന്നതുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതികളുടെ അധികാരപരിധി വ്യക്തമാക്കുന്നതാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. പ്രതിക്ക് ഇളവുകളില്ലാതെ സ്വാഭാവിക മരണം വരെ തടവ് ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതികൾക്ക് അധികാരമില്ലെന്നും കോടതി പറയുന്നു. ഇത്തരം കഠിനമായ ശിക്ഷകൾ വിധിക്കാനുള്ള അധികാരം ഭരണഘടനാ സ്ഥാപനമായ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്ക് മാത്രമാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. സാധാരണഗതിയിൽ ജീവപര്യന്തം തടവെന്നാൽ 14 വർഷത്തെ തടവിന് ശേഷം ഇളവുകൾക്ക് അർഹതയുള്ള ശിക്ഷയാണ്. എന്നാൽ പ്രതിയുടെ കുറ്റത്തിന്റെ കാഠിന്യം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നും മരണം വരെ തടവിൽ കഴിയണമെന്നും ഉത്തരവിടാൻ വിചാരണ കോടതികൾക്ക് നിയമപരമായ അനുമതിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി.